ഇൻക്ലൂഷൻ കോംപ്ലക്സസിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഇൻക്ലൂഷൻ കോംപ്ലക്സസിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഒക്ലൂഷൻ കോമ്പൗണ്ട്സ്. ഇവിടെ ഒരു കോമ്പണൻറ്റിൻ്റെ ഓപ്പൺ ലാറ്റിസിലോ അല്ലെങ്കിൽ കേജ് ലൈക്ക് ക്രിസ്റ്റൽ പോലെയുള്ള സ്ട്രക്ചറിനകത്തോ മറ്റൊരു കോമ്പൗണ്ട് ട്രാപ്പ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണ് ഇൻക്ലൂഷൻ കോംപ്ലക്സസ് ഫോം ചെയ്യുന്നത്. മോളിക്യൂൾസിൻ്റെ ഫേവറബിൾ ആർക്കിടെക്ചറാണ് ഇൻക്ലൂഷൻ കോംപ്ലക്സസ് ഫോം ചെയ്യുന്നതിനുള്ള റീസണായി പറയുന്നത്. അതല്ലാതെ കെമിക്കൽ റിയാക്ടിവിറ്റി അല്ല. ഓക്കെ, ഒക്ലൂഷൻ കോമ്പൗണ്ട്സിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഇൻക്ലൂഷൻ കോംപ്ലക്സസ്. ഒരു കോമ്പൗണ്ടിൻ്റെ ഓപ്പൺ ലാറ്റിസിലോ അല്ലെങ്കിൽ കേജ് ലൈക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചറിനകത്തോ മറ്റൊരു മോളിക്യൂള് ട്രാപ്പ് ചെയ്യപ്പെടുന്നത് വഴി ഫോം ചെയ്യുന്ന കോംപ്ലക്സ് ആണ് ഇൻക്ലൂഷൻ കോംപ്ലക്സസ് എന്നറിയപ്പെടുന്നത്. ഇവിടെയുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ, മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത് വളരെ വീക്കായിരിക്കും. രണ്ട് സെലക്റ്റഡ് കോമ്പൗണ്ട്സ് തമ്മിൽ ഇൻക്ലൂഷൻ കോംപ്ലക്സസ് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് വളരെ ഡിഫിക്കൽട്ടാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻക്ലൂഷൻ കോംപ്ലക്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചാനൽ ലാറ്റിസ് ടൈപ്പ് ഇൻക്ലൂഷൻ കോംപ്ലക്സസ് ഉണ്ട്, ലെയർ ടൈപ്പ് ഇൻക്ലൂഷൻ കോംപ്ലക്സസ് ഉണ്ട്, ക്ലാത്രേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇൻക്ലൂഷൻ കോംപ്ലക്സ് ആണ്. ആൻഡ് ഫൈനലി മോണോമോളിക്കുലാർ ടൈപ്പ് ഇൻക്ലൂഷൻ കോംപ്ലക്സസ്. അങ്ങനെ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻക്ലൂഷൻ കോംപ്ലക്സസ് ആണ് നമ്മൾ ഈ ഒരു പോർഷനകത്ത് പഠിക്കുന്നത്. ചാനൽ ടൈപ്പ്, ലെയർ ടൈപ്പ്, ക്ലാത്രേറ്റ്സ് ആൻഡ് ഫൈനലി മോണോമോളിക്കുലാർ ടൈപ്പ്. ചാനൽ ലാറ്റിസ് ടൈപ്പ് ഇൻക്ലൂഷൻ കോംപ്ലക്സിന് എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച് അയഡിൻ സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ബേസിക് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസിൻ്റെ സ്പൈറൽ സ്ട്രക്ചറിനകത്ത് എൻട്രാപ്പ് ചെയ്തിരിക്കുകയാണ് അയഡിൻ മോളിക്യൂൾ. അങ്ങനെയാണ് ചാനൽ ലാറ്റിസ് ടൈപ്പ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. ഇനി തൊട്ട് താഴെയായി നിങ്ങൾക്ക് മറ്റൊരു കോംപ്ലക്സിൻ്റെ ആർക്കിടെക്ചറൽ അറേഞ്ച്മെൻറ്റ് കാണാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു കോമ്പണൻറ്റിൻ്റെ ഫേവറബിൾ മോളിക്കുലാർ ആർക്കിടെക്ചർ അറേഞ്ച്മെൻ്റ് ആണ് ഇൻക്ലൂഷൻ കോംപ്ലക്സസ് ഫോം ചെയ്യുന്നതിനുള്ള റീസണായി വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റ് മോളിക്യൂളായി യൂറിയ കാണാവുന്നതാണ്. ഒരു ഹെക്സഗണൽ ചാനൽ ഫോം ചെയ്തിരിക്കുന്നു. ആ ചാനലിനകത്ത് ഗസ്റ്റ് മോളിക്യൂള് ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ഹോസ്റ്റ് മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുന്നത് യൂറിയ ആണ്. ഗസ്റ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് മീഥൈൽ ആൽഫ ലിപ്പോയേറ്റ്. സോ ചാനൽ ലാറ്റിസ് ടൈപ്പ് കോംപ്ലക്സിന് ഒരു എക്സാമ്പിൾ ആണിത്. ചാനൽ ലാറ്റിസ് ടൈപ്പ് കോംപ്ലക്സിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് തൊട്ട് താഴെയായി നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ചാനൽ ഫോമിംഗ് സബ്സ്റ്റൻസസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന ചാനൽ ഫോമിംഗ് സബ്സ്റ്റൻസസ്: ഡിയോക്സികോളിക് ആസിഡ്, യൂറിയ, തയോയൂറിയ, അമൈലോസ്. ഇതൊക്കെയാണ് ചാനൽ ഫോമിംഗ് സബ്സ്റ്റൻസസിന് എക്സാമ്പിൾ. ഇനി ഗസ്റ്റ് ഏജൻറ്റ്സ് ആരൊക്കെയാണ്? പാരഫിൻസ്, എസ്റ്റേഴ്സ്, ആസിഡ്സ്, ഈഥൈൽ ആൽക്കഹോൾ, ഡയോക്സിൻ. ഇതൊക്കെയാണ് ഗസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന മോളിക്യൂൾസ്. ഇനി ഈ ചാനൽ ലാറ്റിസ് ടൈപ്പ് കോംപ്ലക്സിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഒപ്റ്റിക്കൽ ഐസോമേഴ്സിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ട് ചാനൽ ലാറ്റിസ് ടൈപ്പ് കോംപ്ലക്സസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കൽ ക്രീംസിൻ്റെ അനാലിസിസിൻ്റെ കേസിൽ ആ ഒരു അസേ മെത്തേഡിനെ ചില ലോങ് ചെയിൻ കോമ്പൗണ്ട്സ് ഇൻ്റർഫിയർ ചെയ്യുന്നതായി കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അസേ മെത്തേഡിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന ആ ലോങ് ചെയിൻ കോമ്പൗണ്ട്സിനെ റിമൂവ് ചെയ്യുന്ന പർപ്പസിനായും ഈ ചാനൽ ലാറ്റിസ് ടൈപ്പ് കോംപ്ലക്സസ് അഥവാ നമ്മുടെ ഇൻക്ലൂഷൻ കോംപ്ലക്സസ് യൂസ് ചെയ്യാറുണ്ട്. ചാനൽ ടൈപ്പ് കോംപ്ലക്സേഷൻ വിത്ത് യൂറിയ ആണ് ഇത്തരത്തിലുള്ള ലോങ് ചെയിൻ കോമ്പൗണ്ട്സിനെ, നമ്മുടെ ഡെർമറ്റോളജിക്കൽ ക്രീംസിൻ്റെ അസേ മെത്തേഡിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന ആ ലോങ് ചെയിൻ കോമ്പൗണ്ട്സിനെ റിമൂവ് ചെയ്യുന്നതിനായി യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് ഇൻക്ലൂഷൻ കോംപ്ലക്സ് ആണ് ലെയർ ടൈപ്പ്. പക്ഷേ ഈ ലെയർ ടൈപ്പിന് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വലിയ ആപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. മോണ്ടോമൊറില്ലോറൈറ്റ്,
ക്ലേസ് മുതലായ കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രോകാർബൺസ്, ആൽക്കഹോൾസ്, ഗ്ലൈക്കോൾസ് മുതലായ കോമ്പൗണ്ട്സിനെ ട്രാപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ ആൾട്ടർനേറ്റ് മോണോമോളിക്കുലാർ ലേയേഴ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഗസ്റ്റ് ആൻഡ് ഹോസ്റ്റ് മോളിക്യൂൾസിൻ്റെ ആൾട്ടർനേറ്റ് മോണോമോളിക്കുലാർ ലേയേഴ്സ് ഫോം ചെയ്യുന്നത് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന കോംപ്ലക്സിനെയാണ് ലെയർ ടൈപ്പ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഈ ലെയർ ടൈപ്പ് കോംപ്ലക്സസിന് വലിയ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ക്ലാത്രേറ്റ്സ് ആണ്. വാർഫാരിൻ സോഡിയം USP എന്ന് പറയുന്നത് വാട്ടർ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളിൻ്റെ ഒരു ക്ലാത്രേറ്റ് ആണ്. ഇത് വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡേഴ്സ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലാത്രേറ്റ്സ് വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡേഴ്സ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ക്രിസ്റ്റലൈസേഷൻ്റെ സമയത്ത് ചില സബ്സ്റ്റൻസസ് കേജ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. ഈ കേജ് ലൈക്ക് ലാറ്റിസ് സ്ട്രക്ചറിനകത്ത് മറ്റ് ചില കോമ്പൗണ്ട്സ് എൻട്രാപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ക്ലാത്രേറ്റ്സ് ഫോം ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഹൈഡ്രോക്വിനോൺ മോളിക്യൂൾസ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് വഴി ഹൈഡ്രോജൻ ബോണ്ടിങ്ങിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടെ ഒരു കേജ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ഈ കേജ് ലൈക്ക് സ്ട്രക്ചറിനകത്ത് സ്മോൾ മോളിക്യൂൾസ് ട്രാപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ക്ലാത്രേറ്റ്സ് ഫോം ചെയ്യുന്നത്. ഹൈഡ്രോജൻ ബോണ്ടിങ് വഴി ഹൈഡ്രോക്വിനോൺ മോളിക്യൂൾസ് ഫോം ചെയ്തിട്ടുള്ള ഒരു ക്ലാത്രേറ്റിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിലൊരു ഹോള് കാണുന്നില്ലേ? ഈ കാണുന്ന ഹോളാണ് സ്മോൾ മോളിക്യൂൾസിനെ ട്രാപ്പ് ചെയ്യുന്ന കേജായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന ബെൻസീൻ്റെ സെൻറ്ററിലായിട്ടൊരു ഹോള് കാണുന്നില്ലേ? ഈ ഹോളിനകത്താണ് സ്മോൾ മോളിക്യൂൾസ് എല്ലാം ട്രാപ്പ് ചെയ്യപ്പെടുന്നത്. ഹൈഡ്രോജൻ ബോണ്ടിങ് വഴി ഹൈഡ്രോക്വിനോൺ മോളിക്യൂൾസ് ഫോം ചെയ്തിട്ടുള്ള ഒരു കേജ് ലൈക്ക് സ്ട്രക്ചറാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലാത്രേറ്റ്സിന് ഒരു എക്സാമ്പിളാണ് ഹൈഡ്രോക്വിനോൺ മോളിക്യൂൾസ് ക്രിസ്റ്റലൈസ് ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുന്ന കേജ് ലൈക്ക് സ്ട്രക്ചർ. ആ കേജ് ലൈക്ക് സ്ട്രക്ചറിനകത്താണ് സ്മോൾ മോളിക്യൂൾസ് ട്രാപ്പ് ചെയ്യപ്പെടുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹോളിൻ്റെ ഡയമീറ്റർ വരുന്നത് 4.2 ആംസ്ട്രോം ആണ്. ഈ ഹോളിനകത്താണ് മോളിക്യൂൾസ്, സ്മോൾ മോളിക്യൂൾസ് എൻട്രാപ്പ് ചെയ്യുന്നത്. അതായത് മീഥൈൽ ആൽക്കഹോൾ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലെയുള്ള സ്മോൾ മോളിക്യൂൾസ് എൻട്രാപ്പ് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഹോൾസിനകത്താണ്. ആ ഹോൾസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 4.2 ആംസ്ട്രോം ആണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻക്ലൂഷൻ കോംപ്ലക്സസിനകത്ത് വരുന്ന ക്ലാത്രേറ്റ്സിനെ കുറിച്ചാണ്. ഇനി ഈ ക്ലാത്രേറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. സിന്തറ്റിക് മെറ്റൽ അലുമിനോസിലിക്കേറ്റ്സ് മോളിക്കുലാർ സീവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ഈ സിന്തറ്റിക് മെറ്റൽ അലുമിനോസിലിക്കേറ്റ്സ് ക്ലാത്രേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി വൊളാറ്റൈൽ ഗേഷ്യസ് ടോക്സിക് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്ന പർപ്പസിനായി യൂസ് ചെയ്യാറുണ്ട്. അതായത് ക്ലാത്രേറ്റ്സ് ഫോം ചെയ്യുന്നത് വഴി, ക്ലാത്രേറ്റ്സ് എന്നുള്ള ആ ഒരു മെക്കാനിസം വഴി സിന്തറ്റിക് മെറ്റൽ അലുമിനോ സിലിക്കേറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ടോക്സിക് ഗേഷ്യസ് വൊളാറ്റൈൽ മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഫിസിക്കൽ പ്രോസസ്സ് വഴി തന്നെ ഈ ക്ലാത്രേറ്റഡ് ഗസ്റ്റ് മോളിക്യൂൾസ് നമ്മുടെ സാമ്പിളിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. സിന്തറ്റിക് മെറ്റൽ അലുമിനോ സിലിക്കേറ്റ്സ് ആണ് മോളിക്കുലാർ സീവ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ മെറ്റീരിയൽസ് ഗേഷ്യസ് വൊളാറ്റൈൽ ടോക്സിക് സബ്സ്റ്റൻസസ് സ്റ്റോർ ചെയ്യുന്നതിനായി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ക്ലാത്രേറ്റ്സ് ഫോം ചെയ്യുന്ന ആ ഒരു മെക്കാനിസം യൂസ് ചെയ്ത് സിന്തറ്റിക് മെറ്റൽ അലുമിനോ സിലിക്കേറ്റ്സിൻ്റെ ഹെൽപ്പോട് കൂടെ ഗേഷ്യസ് വൊളാറ്റൈൽ ആൻഡ് ടോക്സിക് സബ്സ്റ്റൻസസ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഈ സിന്തറ്റിക് മെറ്റൽ അലുമിനോ സിലിക്കേറ്റ്സ് ക്ലാത്രേറ്റ്സ് ഫോം ചെയ്യുകയാണെങ്കിൽ ആ ക്ലാത്രേറ്റ്സിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഗേഷ്യസ് വൊളാറ്റൈൽ ടോക്സിക് സബ്സ്റ്റൻസസിനെ ഒക്കെ നമുക്ക് എൻട്രാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് ഈ ക്ലാത്രേറ്റഡ് ഗസ്റ്റ് മോളിക്യൂൾസ് നമുക്ക് ഫിസിക്കൽ പ്രോസസ്സ് വഴി റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് ക്ലാത്രേറ്റ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ അടുത്തത് പറയുന്നത് മോണോമോളിക്കുലാർ ഇൻക്ലൂഷൻ കോംപ്ലക്സസിനെ കുറിച്ചാണ്. ഇവിടെ ഒരു ഹോസ്റ്റ് മോളിക്യൂളിൻ്റെ ക്യാവിറ്റിക്കകത്ത് ഗസ്റ്റ് മോളിക്യൂൾ എൻട്രാപ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ഹോസ്റ്റ് മോളിക്യൂൾ, ഒരു സിംഗിൾ ഗസ്റ്റ് മോളിക്യൂൾ. ഈ ഹോസ്റ്റ് മോളിക്യൂളിൻ്റെ ക്യാവിറ്റിക്കകത്ത്
സിംഗിൾ ഗസ്റ്റ് മോളിക്യൂൾ എൻട്രാപ്പ് ചെയ്യുന്നത് വഴിയാണ് മോണോമോളിക്കുലാർ ഇൻക്ലൂഷൻ കോംപ്ലക്സസ് ഫോം ചെയ്യുന്നത്. ഇനി മോണോമോളിക്കുലാർ ഇൻക്ലൂഷൻ കോംപ്ലക്സസ് ഫോം ചെയ്യുന്ന ഹോസ്റ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് സൈക്ലോഡെക്സ്ട്രിൻ ആണ്. അപ്പം മോണോമോളിക്കുലാർ കോംപ്ലക്സസ് ഫോം ചെയ്യുന്ന ഹോസ്റ്റ് മോളിക്യൂളിന് എക്സാമ്പിളാണ് സൈക്ലോഡെക്സ്ട്രിൻ. ഇനി ഈ സൈക്ലോഡെക്സ്ട്രിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്ലോഡെക്സ്ട്രിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്ലിക് ഒലിഗോസാക്കറൈഡ്സ്. ഓക്കെ, സൈക്ലോഡെക്സ്ട്രിൻസ് ആർ cyclic oligosaccharides containing a minimum of 6D plus glucopyranose units attached by alpha 1,4 linkage. അപ്പോൾ സൈക്ലോഡെക്സ്ട്രിൻസ് എന്ന് പറയുമ്പോൾ ഒലിഗോസാക്കറൈഡ്സ് ആണ്, സൈക്ലിക് ഒലിഗോസാക്കറൈഡ്സ് ആണ്. ഈ സൈക്ലിക് ഒലിഗോസാക്കറൈഡ്സിനകത്ത് മിനിമം 6D പ്ലസ് ഗ്ലൂക്കോപൈറനോസ് യൂണിറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്ത് ലിങ്കേജ് വഴി? ആൽഫ 1,4 ലിങ്കേജ് വഴി. ആൽഫ 1,4 ലിങ്കേജ് വഴി മിനിമം 6D പ്ലസ് ഗ്ലൂക്കോപൈറനോസ് യൂണിറ്റ്സ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള സൈക്ലിക് ഒലിഗോസാക്കറൈഡ്. അതായത് ആൽഫ 1,4 ലിങ്കേജ് വഴി മിനിമം 6D പ്ലസ് ഗ്ലൂക്കോസ് പൈറനോസ് യൂണിറ്റ്സ് ഉള്ള സൈക്ലിക് ഒലിഗോസാക്കറൈഡ് ആണ് സൈക്ലോഡെക്സ്ട്രിൻ എന്നറിയപ്പെടുന്നത്. ഈ സൈക്ലോഡെക്സ്ട്രിൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ആൽഫ, ബീറ്റ, ഗാമ സൈക്ലോഡെക്സ്ട്രിൻസ് ഒക്കെ ഉണ്ട്. ആൽഫ സൈക്ലോഡെക്സ്ട്രിൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 6 യൂണിറ്റ്സ് ഓഫ് ഗ്ലൂക്കോസ് ആണ് ഉള്ളത്. ആൻഡ് ഈ ആൽഫ ഡെക്സ്ട്രിൻ സൈക്ലോഡെക്സ്ട്രിൻ്റെ ക്യാവിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സ്മോളസ്റ്റ് ക്യാവിറ്റിയാണ് ആൽഫ സൈക്ലോഡെക്സ്ട്രിൻ ഉള്ളത്. അതായത് അതിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ വരുമ്പോൾ ഏകദേശം ഒരു 5 ആംസ്ട്രോം ഒക്കെയാണ്. ഇനി ബീറ്റ സൈക്ലോഡെക്സ്ട്രിൻ്റെ കേസിൽ 7 യൂണിറ്റ്സ് ഓഫ് ഗ്ലൂക്കോസ് ആണുള്ളത്. ലാർജർ ഇൻറ്റേർണൽ ഡയമീറ്റർ അതായത് 6 ആംസ്ട്രോം ആണ് അതിൻ്റെ ക്യാവിറ്റിയുടെ സൈസ് വരുന്നത്. ഗാമ സൈക്ലോഡെക്സ്ട്രിനകത്ത് 8 യൂണിറ്റ്സ് ഓഫ് ഗ്ലൂക്കോസ് ആണുള്ളത്. അതിന് ലാർജർ ഇൻറ്റേർണൽ ഡയമീറ്റർ ആണുള്ളത്, ഓൾമോസ്റ്റ് 8 ആംസ്ട്രോം. ബീറ്റ ആൻഡ് ഗാമ സൈക്ലോഡെക്സ്ട്രിൻസ് ആണ് ഫാർമസ്യൂട്ടിക്കൽ ടെക്നോളജിയിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ബീറ്റ ആൻഡ് ഗാമ സൈക്ലോഡെക്സ്ട്രിൻസ് ആണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉള്ളത് എന്ന് പറയാം. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഈ സൈക്ലോഡെക്സ്ട്രിൻ, ഈ സൈക്ലോഡെക്സ്ട്രിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ. ഈ താഴെ കാണുന്ന ഒരു ട്രങ്കേറ്റഡ് കോൺ ഷേപ്പാണ് സൈക്ലോഡെക്സ്ട്രിൻ്റെ സ്ട്രക്ചർ വരുന്നത്. വൈഡ് വെറൈറ്റി ഓഫ് കോമ്പൗണ്ട്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഈ ട്രങ്കേറ്റഡ് കോൺ ഷേപ്പിലുള്ള സൈക്ലോഡെക്സ്ട്രിന് സാധിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ക്യാവിറ്റി എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആണ്. പക്ഷേ അതിൻ്റെ എൻട്രൻസ് ഉണ്ടല്ലോ, നമ്മുടെ ക്യാവിറ്റിയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് നേച്ചറാണ്. കണ്ടോ, ഇതാണ് ട്രങ്കേറ്റഡ് കോൺ ഷേപ്ഡ് സ്ട്രക്ചർ. ഇവിടെ ഹോസ്റ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് ആരാണ്? ബീറ്റ സൈക്ലോഡെക്സ്ട്രിൻ ആണ്. ഈ ബീറ്റ സൈക്ലോഡെക്സ്ട്രിൻ്റെ സെൻറ്ററിൽ ഇവിടെ നിങ്ങൾക്കൊരു ക്യാവിറ്റി കാണാനില്ലേ? ഈ ക്യാവിറ്റിയിലാണ് ഗസ്റ്റ് മോളിക്യൂള് എൻട്രാപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സൈക്ലോഡെക്സ്ട്രിൻ്റെ ഇൻറ്റീരിയർ ക്യാവിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഹൈഡ്രോഫോബിക് ആണ്. എൻട്രൻസോ, സൈക്ലോഡെക്സ്ട്രിൻ്റെ ക്യാവിറ്റിയുടെ എൻട്രൻസ് എങ്ങനെയാണുള്ളത്? എൻട്രൻസ് ഓഫ് ദ ക്യാവിറ്റി ഈസ് ഹൈഡ്രോഫിലിക് ഇൻ നേച്ചർ. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഫിഗർ മറന്നു പോകരുത്. ട്രങ്കേറ്റഡ് കോൺ ഷേപ്പിലുള്ള നമ്മുടെ സൈക്ലോഡെക്സ്ട്രിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഹോസ്റ്റ് മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ബീറ്റ സൈക്ലോഡെക്സ്ട്രിൻ ആണ്. അതിൻ്റെ സെൻറ്ററിലുള്ള ക്യാവിറ്റിയിലാണ് ഗസ്റ്റ് മോളിക്യൂൾസിനെ എൻട്രാപ്പ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, മോണോമോളിക്കുലാർ ഇൻക്ലൂഷൻ കോംപ്ലക്സസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒരു സിംഗിൾ ഹോസ്റ്റ് മോളിക്യൂൾ, ആ സിംഗിൾ ഹോസ്റ്റ് മോളിക്യൂളിനകത്ത് ഒരു സിംഗിൾ ഗസ്റ്റ് മോളിക്യൂൾ എൻട്രാപ്പ് ചെയ്യുന്നത് വഴിയാണ് മോണോമോളിക്കുലാർ ഇൻക്ലൂഷൻ കോംപ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് നിങ്ങൾ മറക്കില്ലല്ലോ. അപ്പോൾ ഇൻക്ലൂഷൻ കോംപ്ലക്സസിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? സോളിബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ അവർ പറഞ്ഞിട്ടുള്ളത് റെറ്റിനോയിക് ആസിഡിൻ്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് 0.5 mg/L ആണ്. ഓക്കെ, ഈ റെറ്റിനോയിക് ആസിഡ് ബീറ്റ സൈക്ലോഡെക്സ്ട്രിൻ കോംപ്ലക്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സോളിബിലിറ്റി വരുന്നത് 160 mg/L ആണ്. അപ്പോൾ നോക്കി, റെറ്റിനോയിക് ആസിഡ് മാത്രമായിരുന്ന സമയത്ത് അതിൻ്റെ സോളിബിലിറ്റി എത്രയായിരുന്നു? 0.5 mg/L ആയിരുന്നു.
അത് ബീറ്റ സൈക്ലോഡെക്സ്ട്രിനുമായി കോംപ്ലക്സ് ചെയ്ത സമയത്ത് ആ റെറ്റിനോയിക് ആസിഡിന്റെ സോലുബിലിറ്റി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അത് 160 mg/L ആയി മാറി. സോ മോണോമോളിക്കുലർ ഇൻക്ലൂഷൻ കോംപ്ലക്സസിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ആണ് എൻഹാൻസ്ഡ് സോലുബിലിറ്റി. ഇനി സോലുബിലിറ്റി എൻഹാൻസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ടും ഡിസൊല്യൂഷനും ഇൻക്രീസ് ചെയ്യും. അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഫെമോറ്റിഡിൻ, ടോൾബ്യൂട്ടമൈഡ് പോലെയുള്ള ഡ്രഗ്സ് ബീറ്റ സൈക്ലോഡെക്സ്ട്രിനുമായി കോംപ്ലക്സ് ചെയ്യുകയാണെങ്കിൽ, ബീറ്റ സൈക്ലോഡെക്സ്ട്രിനുമായി കോംപ്ലക്സ് ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ഡ്രഗ്സിൻ്റെ ഒക്കെ ഡിസൊല്യൂഷൻ എൻഹാൻസ് ചെയ്യുന്നതായി കാണാം എന്നാണ്. എൻഹാൻസ്ഡ് സ്റ്റെബിലിറ്റി. ഓക്കെ, സ്റ്റെബിലിറ്റി എൻഹാൻസ് ചെയ്യാന്ന് പറയുമ്പോൾ ആസ്പിരിൻ, ബെൻസോക്കെയിൻ, എഫിഡ്രിൻ, ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ഡ്രഗ്സ് ബീറ്റ സൈക്ലോഡെക്സ്ട്രിനുമായി കോംപ്ലക്സ് ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ഡ്രഗ്സിൻ്റെയൊക്കെ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതായി കാണാം എന്നാണ് പറയുന്നത്. അടുത്തത് സസ്റ്റെയിൻഡ് റിലീസ് ആണ്. സസ്റ്റെയിൻഡ് റിലീസ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഈഥാലേറ്റഡ് ബീറ്റ സൈക്ലോഡെക്സ്ട്രിൻ ചില ഡ്രഗ്സിൻ്റെ റിലീസ് റിട്ടാർഡ് ചെയ്യുന്നുണ്ട്. ചില ഡ്രഗ്സ് ഡിൽറ്റിയാസം, ഐസോസോൾബൈഡ് ഡൈനൈട്രേറ്റ് പോലെയുള്ള ചില ഡ്രഗ്സ് സൈക്ലോഡെക്സ്ട്രിനുമായി കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രഗിൻ്റെയൊക്കെ റിലീസ് റിട്ടാർഡ് ചെയ്യുന്നുണ്ട്. റിലീസ് റിട്ടാർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്റ്റെയിൻഡ് ആയിട്ടാണ് ഡ്രഗ് റിലീസ് ചെയ്യുന്നത്. സോ സസ്റ്റെയിൻഡ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും മോണോമോളിക്കുലർ ഇൻക്ലൂഷൻ കോംപ്ലക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷനാണ്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഇൻക്ലൂഷൻ കോംപ്ലക്സസിനെ കുറിച്ചാണ്. ഇൻക്ലൂഷൻ കോംപ്ലക്സസിനെ കുറിച്ച് ചെറുതല്ലാത്ത രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ താങ്ക് യു.